ഹലോ ഗൈസ്, നാട്ടിലെത്തി കഴിഞ്ഞാലൊക്കെ ഇതിൻ്റെ ഫസ്റ്റ് ഡിമാൻഡ് കടൽ കാണാൻ പോകണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബാംഗ്ലൂർ കടലില്ലാത്തത് കൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് കേതിന് കടലിലൊക്കെ ഒന്ന് കളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും അമ്മയും അച്ഛനും കേതിനും എല്ലാവരും കൂടി നമ്മൾ നേരെ ആലപ്പുഴ ബീച്ചിലേക്ക് വിടുക. ഇപ്പോൾ ഏകദേശം സമയം 3 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതാ നേരെ ബീച്ചിലേക്ക് നമ്മൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ബസ്സിൽ കയറുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ബസ്സിൽ അധികം അങ്ങനെ കയറാറില്ല. കേതിന് ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഉറക്കമായി കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തി. കേതിന് വെള്ളത്തിൽ കളിക്കുകയാണ് മെയിൻ പരിപാടി. അതിനുവേണ്ടിയുള്ള ഡ്രസ്സ് എല്ലാം കൊണ്ടാണ് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ കേതൻ പെട്ടെന്ന് തന്നെ കേതിൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കേതൻ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പൂപ്പനും മോനും കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ. കേതൻ ശരിക്കും പറഞ്ഞാൽ തിരെ കളിക്കാൻ വന്നെങ്കിലും തിര വരുമ്പോഴത്തേക്കും കേതൻ നേരെ കാല് പൊക്കി അപ്പൂപ്പൻ്റെ കയ്യിലോട്ട് കയറും കേട്ടോ. എന്താണെങ്കിലും കേതൻ്റെ ഏറ്റവും ഇഷ്ട വിനോദം എന്ന് പറയുന്നത് ഇതുപോലെ മണ്ണിൽ ഇരുന്ന് കളിക്കുന്നതാണ്. അങ്ങനത്തെ ആള് മണ്ണിൽ ഇരുന്ന് കളി തുടങ്ങി. അല്ല, കടലമ്മയ്ക്ക് കുട്ടികളോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് എനിക്ക് ഇന്നാട്ടോ മനസ്സിലായത്. കേതൻ കയറി ഇരുന്ന് തിര എത്താത്തടുത്തിരുന്ന കൊട്ടാരം ഉണ്ടാക്കിയാലും കേതൻ എവിടാണോ ഇരിക്കുന്നത് അവിടെ വന്ന് കേതൻ്റെ കൊട്ടാരം എന്താ മുക്കി അവനെ മുക്കിയിട്ട് പോകും കേട്ടോ. കേതൻ്റെ മൂക്കിലും വായിലും എന്തിനും പോക്കറ്റിലടക്കം മണ്ണ് കയറിയാണ് കേട്ടോ കേതനെ മുക്കി കുളിപ്പിച്ചിട്ട് പോകുന്നത്. എന്താണെങ്കിലും അമ്മയുടെ കാര്യം എന്താ നേരെ ഓപ്പോസിറ്റ്. അമ്മ കടലിൽ വരുന്നത് അല്ലെങ്കിൽ ബീച്ച് വരുന്നത് തന്നെ കടൽക്കാറ്റ് കൊള്ളാനാണ് കേട്ടോ. ആളെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങത്തില്ല. പക്ഷേ ഇത്തവണ കടലമ്മ അമ്മയ്ക്കും പണി കൊടുത്തു. കേതനെ എടുക്കാൻ ഇറങ്ങിയതൊക്കത്തിന് അമ്മയും നനച്ചു കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ കേതിന് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. കേതിനും ഡ്രസ്സൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. കാരണം കേതിന് വളരെ റെയറായിട്ട് മാത്രമാണ് കേട്ടോ കടലിൽ കളിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട്. അത് മാത്രമല്ല അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിൽ കേതൻ സേഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ ടെൻഷനേ ഇല്ല. കേതൻ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അമ്മയ്ക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ അങ്ങനെയല്ല കേട്ടോ. അവനെ മാക്സിമം ഫ്രീ ആക്കി വിടുകയും ചെയ്യും. എങ്കിൽ നല്ല രീതിയിൽ സേഫ് ആക്കി വെക്കുകയും ചെയ്യും. എന്താണെങ്കിലും കേതൻ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കടൽ കളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ എല്ലാം കിളി പോയി നല്ല വിശപ്പം വന്നു തുടങ്ങി. അങ്ങനെ താൽക്കാലികമായ ഒരു ആശ്വാസത്തിന് നമ്മൾ നേരെ വന്ന് ഓരോ ഐസ്ക്രീമും ഉപ്പിലിട്ടൊക്കെ കഴിച്ചു. കേതൻ്റെ ആശ്വാസം എന്ന് പറഞ്ഞ കളിപ്പാട്ടമാണല്ലോ. ഞാനും കേതനും കൂടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് ഷെയർ ചെയ്താട്ടോ കഴിച്ചത്. കാരണം കേതൻ ഫുള്ളൊന്നും കഴിക്കില്ല. അങ്ങനെ ഇനി നേരെ നമ്മൾ പോകുന്നത് ഡിന്നർ കഴിക്കാനാണ്. ആലപ്പുഴ വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളോട് ആദ്യം ചോദിച്ചത് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് അതേ സ്ഥലത്ത് തന്നെയാണെന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. ഞാനും അമ്മയും ചിറ്റയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും സ്ഥിരം ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാതെ പോകാറില്ല. ചിറ്റയുടെ വക ഒരു ബിരിയാണിയോ പൊറോട്ടയോ എന്തെങ്കിലും കാണും. അത് കണക്ക് തന്നെ ഒരുപാട് നൊസ്റ്റാൾജി ഉള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ആലപ്പുഴയിലെ മഹേശ്വരി. ഇവിടെയും ചിറ്റയായിട്ട് വന്ന ഓർമ്മയാണ്. ചിറ്റയും അമ്മയായിട്ട് വന്നു കഴിഞ്ഞാൽ ചിറ്റ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചില്ലാതെ തിരിച്ചു പോകില്ല. ഇപ്പോൾ മഹേശ്വരിലേക്ക് വന്നത് എനിക്കെടുക്കാനാണ് കേട്ടോ. ഇത്തവണ ഓണത്തിന് അമ്മയ്ക്ക് അച്ഛനൊന്നും എടുത്തു കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അച്ഛനും ഫേവറേറ്റ് ആയിട്ടുള്ള മഹേശ്വരിന്ന് തന്നെ എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മഹേശ്വരി കയറിയതാ നല്ലൊരു പർച്ചേസിംഗ് ഒക്കെ നടത്തി. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക്. പിന്നെ കേതിന് എവിടെ ചെന്നാലും ഒരു ഫ്രണ്ടിനെ കിട്ടും. ഇന്നത്തെ ഫ്രണ്ട് ഈ ഒരു കണ്ടക്ടറേനാണ്. ബസ്സിലധികം ആളില്ലാത്തതുകൊണ്ട് തന്നെ കേതിനും കണ്ടക്ടറോടും നല്ല കൂട്ടായി. അപ്പോൾ അത്രയുള്ള ഗൈസ്, എല്ലാവർക്കും ബൈ.